ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ് മാത്സ് സോൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE സിലബസ് മാത്സ് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് പാർട്ട് 3. അപ്പോൾ ഇതിൽ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന പോർഷനാണ്. ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിയും ക്യൂവും രണ്ട് ഇൻറ്റിജേഴ്സും ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായി നമുക്ക് എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഇറാഷണൽ നമ്പേഴ്സ് റിയൽ ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ആ റിയൽ ലൈനിൽ ഇറാഷണൽ നമ്പേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സിനുള്ള എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? √2, √3, √15, പൈ, അല്ലെങ്കിൽ പിന്നെ ഈ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഇത് ഫ്രാക്ഷൻ, ഇപ്പോൾ √2/√5 ഇതിൻ്റെ ഫ്രാക്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ്, ഇങ്ങനെയുള്ളതൊക്കെ ഇതാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇറാഷണൽ നമ്പറാണ്. പിന്നെ ഇപ്പോൾ ഡെസിമൽ പാർട്ട് അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുന്ന നമ്പേഴ്സ് ഇല്ലേ, അതായത് 0.10, 110, 1110, 1110 ഇങ്ങനെയൊക്കെ പോകുന്ന നമ്പേഴ്സ് ഇല്ലേ, അവസാനിക്കാതെ ഇങ്ങനെ ഡെസിമൽ പാർട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സ്, ഇൻഫിനിറ്റി, അങ്ങനെയുള്ള നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്തുകൊണ്ട് ഇത് ഇറാഷണൽ ആയി? ഇത് ഇറാഷണൽ ആവണമെങ്കിൽ ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇറാഷണൽ ആണ്, പക്ഷേ ഇത് എന്തുകൊണ്ട് ഇറാഷണൽ ആയി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അത് പ്രൂവ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു തിയറം ഉണ്ട്. ആ തിയറം എന്താണെന്ന് ആദ്യം നോക്കാം. തിയറം 1.3. Let P be a prime number. Let P be a prime number if P divides a square, then P divides A for where A is a positive integer. A is a positive integer. അതായത് ഈ തിയറം പറയുന്നത് പി ഒരു പ്രൈം നമ്പറും എ ഒരു പോസിറ്റീവ് ഇൻറ്റിജറുമാണെങ്കിൽ ആ പ്രൈം നമ്പർ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനെ ഡിവൈഡ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ സ്ക്വയറിൻ്റെ ഫാക്ടറായിട്ട് ഒരു പ്രൈം നമ്പർ വന്നാൽ ആ പ്രൈം നമ്പർ ആ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ഫാക്ടറായിരിക്കും. മനസ്സിലായോ? അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന പ്രൈം നമ്പർ ആ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ഫാക്ടറായിരിക്കും. ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് √2 ഈസ്
ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണത് അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തിട്ടാണ്. അതിൻ്റെ കോൺട്രഡിക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ √2 റാഷണൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ആറും എസ്സും കണ്ടെത്താൻ സാധിക്കും. 2 ഇൻറ്റിജേഴ്സ് R and S കണ്ടെത്താൻ സാധിക്കും. such that √2 equal to R/S and S not equal to 0. ഇങ്ങനെ ഒരു ആറും എസ്സും കണ്ടെത്താൻ സാധിക്കും. ഈ ആറിൻ്റെയും എസ്സിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയില്ലേ? അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം കിട്ടില്ലേ? ആ സിംപ്ലസ്റ്റ് ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. √2 ഈക്വൽ ടു A/B ആണെന്ന് വിചാരിക്കാം. അതായത് ഇനി ഇതിനകത്ത് കട്ട് ചെയ്യാൻ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതായത് ഇവിടെ ഈ എയും ബിയും ഇത് കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതായത് അതിൻ്റെ HCF ഓഫ് A and B എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് A and B എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പം നമ്മൾ ഈ എനെയും ബീനെയും എന്താ പറയുക? കോ പ്രൈം എന്ന് പറയും അല്ലേ? കോ പ്രൈം, റിലേറ്റീവ്ലി പ്രൈം എന്നൊക്കെ പറയും. അങ്ങനെ ഈ എയും ബിയും കോ പ്രൈം ആയ രീതിയിൽ √2 ഈക്വൽ ടു A/B എന്നിതിനെ എഴുതാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. അതായത് √2 ഈക്വൽ ടു A/B, ഇതിൽ എയും ബിയും കോ പ്രൈം ആണ് ഇങ്ങനെ വിചാരിക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ ബീനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JS മാത്സ് ഓൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE സിലബസ് മാത്സ് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് പാർട്ട് 3. അപ്പോൾ ഇതിൽ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന പോർഷനാണ്. ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിയും ക്യൂവും 2 ഇൻറ്റിജേഴ്സും Q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായി നമുക്ക് എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഇറാഷണൽ നമ്പേഴ്സ് റിയൽ ലൈനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ആ റിയൽ ലൈനിൽ ഇറാഷണൽ നമ്പേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇറാഷണൽ നമ്പേഴ്സിനുള്ള എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്? √2, √3, √15, പൈ, അല്ലെങ്കിൽ പിന്നെ ഈ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഇത് ഫ്രാക്ഷൻ, ഇപ്പോൾ √2/√5 ഇതിൻ്റെ ഫ്രാക്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ്, ഇങ്ങനെയുള്ളതൊക്കെ ഇതാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇറാഷണൽ നമ്പറാണ്. പിന്നെ ഇപ്പോൾ ഡെസിമൽ പാർട്ട് അവസാനിക്കാതെ ഇങ്ങനെ നീണ്ടു പോകുന്ന നമ്പേഴ്സ് ഇല്ലേ? അതായത് 0.10, 110, 1110, 1110 ഇങ്ങനെയൊക്കെ പോകുന്ന നമ്പേഴ്സ് ഇല്ലേ? അവസാനിക്കാതെ ഇങ്ങനെ ഡെസിമൽ പാർട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന നമ്പേഴ്സ്, ഇൻഫിനിറ്റി, അങ്ങനെയുള്ള നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്തുകൊണ്ട് ഇത് ഇറാഷണലായി? ഇത് ഇറാഷണൽ ആവണമെങ്കിൽ ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റില്ല. ഇറാഷണൽ ആണ്, പക്ഷേ ഇത് എന്തുകൊണ്ട് ഇറാഷണൽ ആയി എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അത് പ്രൂവ് ചെയ്യാൻ നമുക്കറിയില്ല.
അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഈ നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അതിനു മുമ്പായിട്ട് അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറം ഉണ്ട്. ആ തിയറം എന്താണെന്ന് ആദ്യം നോക്കാം. തിയറം 1.3. Let P be a prime number. Let P be a prime number if P divides A square, then P divides A for where A is a positive integer. A is a positive integer. അതായത് ഈ തിയറം പറയുന്നത് പി ഒരു പ്രൈം നമ്പറും എ ഒരു പോസിറ്റീവ് ഇൻറ്റിജറുമാണെങ്കിൽ ആ പ്രൈം നമ്പർ പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനെ ഡിവൈഡ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ സ്ക്വയറിൻ്റെ ഫാക്ടറായിട്ട് ഒരു പ്രൈം നമ്പർ വന്നാൽ ആ പ്രൈം നമ്പർ ആ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ഫാക്ടറായിരിക്കും. മനസ്സിലായോ? അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഒരു പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഫാക്ടറായിട്ട് വരുന്ന പ്രൈം നമ്പർ ആ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെയും ഫാക്ടറായിരിക്കും. ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രൂഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണത് അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തിട്ടാണ്. അതിൻ്റെ കോൺട്രഡിക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ √2 റാഷണൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ആറും എസും കണ്ടെത്താൻ സാധിക്കും. രണ്ട് ഇൻറ്റിജേഴ്സ് ആർ ആൻഡ് എസ് കണ്ടെത്താൻ സാധിക്കും. such that √2 equal to r/s and s not equal to 0. ഇങ്ങനെ ഒരു ആറും എസും കണ്ടെത്താൻ സാധിക്കും. ഈ ആറിൻ്റെയും എസിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയില്ലേ? അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം കിട്ടില്ലേ? ആ സിംപ്ലസ്റ്റ് ഫോം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. √2 ഈക്വൽ ടു a/b ആണെന്ന് വിചാരിക്കാം. അതായത് ഇനി ഇതിനകത്ത് കട്ട് ചെയ്യാൻ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതായത് ഇവിടെ ഈ എയും ബിയും ഇത് കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അതായത് അതിൻ്റെ HCF ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഇതിന് കോമൺ ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ എനെയും ബീനെയും എന്താ പറയുക? കോ പ്രൈം എന്ന് പറയും അല്ലേ? കോ പ്രൈം, റിലേറ്റീവ്ലി പ്രൈം എന്നൊക്കെ പറയും. അങ്ങനെ ഈ എയും ബിയും കോ പ്രൈം ആയ രീതിയിൽ √2 ഈക്വൽ ടു a/b എന്നതിനെ എഴുതാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. അതായത് √2 ഈക്വൽ ടു a/b, ഇതിൽ എയും ബിയും കോ പ്രൈം ആണ് ഇങ്ങനെ വിചാരിക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ ബീനെ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അതിൽ ബീനെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? b √2 ഈക്വൽ ടു
ബി റൂട്ട് 2 ഈക്വൽ ടു എ എന്ന് കിട്ടി. ബി റൂട്ട് 2 ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ഈ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ബി സ്ക്വയർ ഇൻറ്റു 2 ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ബി സ്ക്വയർ ഇൻറ്റു 2 ഈക്വൽ ടു എ സ്ക്വയർ, അതായത് 2b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടി. ഈ എ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ എ സ്ക്വയർ എന്തായാലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തപ്പോൾ എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 2b സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അതായത് 2 ഡിവൈഡ്സ് എ സ്ക്വയർ എന്ന് കിട്ടി. 2 ഡിവൈഡ്സ് എ സ്ക്വയർ, 2 ഡിവൈഡ്സ് എ സ്ക്വയർ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. 2b സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ്സ് എ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഫണ്ടമെൻ്റൽ തിയറം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത ആ തിയറം ഇല്ലേ, അതായത് പി ബി എ പ്രൈം ആൻഡ് ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ എന്നുള്ള തിയറം അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? 2 ഡിവൈഡ്സ് എ എന്ന് എഴുതാം. 2 ഡിവൈഡ്സ് എ, അതായത് എ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന്. എ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സി കണ്ടെത്താൻ സാധിക്കും. സച്ച് ദാറ്റ് എ ഈക്വൽ ടു 2c എന്നുള്ള രീതിയിൽ ഒരു ഇൻറ്റിജർ സി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു 2c എന്ന് കിട്ടിയില്ലേ. ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. ഈ ഇക്വേഷനിൽ എയുടെ സ്ഥാനത്ത് 2c അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2b സ്ക്വയർ ഈക്വൽസ് 2c ഹോൾ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് 2c ഹോൾ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് 2c കൊടുത്തു. ദാറ്റ് ഈസ് 4c സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 4, സിയുടെ സ്ക്വയർ c സ്ക്വയർ. അപ്പോൾ നമുക്ക് 2b സ്ക്വയർ ഈക്വൽ ടു 4c സ്ക്വയർ എന്ന് കിട്ടി. ഇതിനൊന്നുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ 2 ക്യാൻസൽ ചെയ്തു, ഇവിടെ 4 അപ്പോൾ 2 ആയി. അതായത് രണ്ട് സൈഡും ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ ബി സ്ക്വയർ ഈക്വൽ ടു 2c സ്ക്വയർ. അഗെയിൻ വി ഗെറ്റ്, നോക്കിയേ, ബി സ്ക്വയറിൻ്റെ ഇപ്പുറത്ത് 2 ഇൻറ്റു സി സ്ക്വയർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ബി സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, അതായത് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ. ഇനി അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയ തിയറി അനുസരിച്ച് 2 ഒരു പ്രൈം ആയതുകൊണ്ട് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് ബി. 2 ഡിവൈഡ്സ് ബി എന്ന് കിട്ടി. അതായത് നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ എന്തായി? ഈ ബീനെ നമുക്ക് 2ൻ്റെ ഇതായിട്ട് കിട്ടി, 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. എനെയും 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. അതായത് ഈ എയുടെയും ബിയുടെയും കോമൺ ഫാക്ടറാണ് 2 എന്ന് കിട്ടി. അപ്പോൾ എന്താ? 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി. അത് നമ്മുടെ അസംഷൻ ഒരു കോൺട്രഡിക്ഷനാണ്. കാരണം നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? എയും ബിയും കോപ്രൈം ആണെന്നല്ലേ അസ്യൂം ചെയ്തത്. ഇപ്പോൾ വന്നത് എക്കും ബിക്കും 2 എന്നുള്ള ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അത് നമ്മുടെ അസംഷനായ എയും ബിയും കോപ്രൈം ആണ് എന്നുള്ളതിൻ്റെ വിരുദ്ധമാണ്. അതായത് നമ്മുടെ അസംഷൻ, പ്രൈമറി അസംഷൻ തെറ്റായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്. അതായത് അപ്പോൾ നമുക്കെന്ത് കിട്ടി? എയ്ക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എയുടെയും ബിയുടെയും കോമൺ ഫാക്ടറാണ് 2 എന്ന് കിട്ടി. അത് ഒരു കോൺട്രഡിക്ഷനാണ്. അത് എന്നിട്ട് എ ബി കോപ്രൈമാണെന്നുള്ളതിൻ്റെ കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമുക്കൊരു കോൺട്രഡിക്ഷൻ വന്നതുകൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ്. അപ്പോൾ അസംഷൻ എന്തായിരുന്നു?
√2 റാഷണൽ ആണെന്നുള്ളത് റോങ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതായത് നമുക്ക് നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ √2 റാഷണൽ ആണെന്നുള്ള അസംഷൻ റോങ് ആയിട്ടെടുത്തു. അപ്പോൾ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിൽ കുറച്ച് എക്സസൈസ് നോക്കാം നമുക്ക്. ഇതിൽ എക്സസൈസ് നമ്പർ 1 എക്സസൈസ് 1.3 ആണ് കേട്ടോ. എക്സസൈസ് 1.3 ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ ഈ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ, ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് √5 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 എന്ന് വാല്യൂ കൊടുത്തോടത്ത് നമ്മൾ എന്ത് ചെയ്യും, 5ൻ്റെ വാല്യൂ കൊടുത്തിട്ട് ഇതേ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോപ്രൈമായിട്ട് നമ്മൾ എടുക്കുന്ന എയും ബിയും 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രൂഫ് ഇവിടെ ചെയ്യുന്നില്ല. ഈ സെയിം മെത്തേഡിൽ തന്നെ ഈ 2ൻ്റെ സ്ഥാനത്ത് 5 കൊടുത്താൽ മതി. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് ഇറാഷണൽ. ഇത് ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് √5 ഇറാഷണൽ ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 3 + 2√5 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ കോൺട്രറി അസ്യൂം ചെയ്യും. അതായത് അസ്യൂം 3 + 2√5 ഈസ് റാഷണൽ. ഇത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും. ഇത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി കണ്ടെത്താൻ സാധിക്കും. ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. എങ്ങനെ? 3 + 2√5 ഈക്വൽസ് a/b. a and b are integers and b not equal to 0. അപ്പോൾ ഇങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മൾ ഈ ഇതിൻ്റെ റൂട്ടിൻ്റെ പോർഷൻ ഇല്ലേ, അത് മാത്രമേ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തോട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം 3 അപ്പുറത്തോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ +3 ഉള്ളത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ -3 ആവും. അപ്പോൾ എന്തായി? 2√5 ഈക്വൽസ് a/b -3. That is a into 3/1 എന്ന് എഴുതാം. അപ്പോൾ a into 1 a minus 3 into b 3b divided by b. ഇനി which equals ഇനി ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇങ്ങോട്ട് എടുക്കുക. ഇതിൽ നിന്നും ഈ 2 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും? നമുക്ക് √5 ഈക്വൽസ് a minus 3b divided by 2b എന്ന് വരും. ഈ 2 into 2 ആണ്. അത് ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ a minus 3b divided by 2b എന്ന് വന്നു. അതായത് √5നെ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതിൽ എയും ബിയും ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് a minus 3b ഇൻറ്റിജർ ആയിരിക്കും. ബി ഇൻറ്റിജറാണ്, 2 ഇൻറ്റിജറാണ്. അപ്പോൾ 2ബിയും ഇൻറ്റിജർ ആയിരിക്കും. അതായത് ഈ √5നെ നമ്മളിപ്പോൾ 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. b not equal to 0 എന്ന് പറഞ്ഞതുകൊണ്ട് 2b not equal to 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് √5നെ എഴുതി. അതിൻ്റെ അർത്ഥം എന്താണ്? √5 ഈസ് √5. അപ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. ദാറ്റ് ഈസ് √5 ഈസ് റാഷണൽ. √5 റാഷണൽ ആണെന്ന് കിട്ടി. വിച്ച് കോൺട്രഡിക്ട്സ് ദി ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. √5 ഇറാഷണൽ ആണെന്നുള്ളത് ഫാക്റ്റാണ്. അതിന് കോൺട്രഡിക്ഷനായി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അസംഷൻ എന്താ? 3 + 2√5 ഈസ്
റാഷണൽ. അപ്പോൾ അത് തെറ്റായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? 3 + 2√5 ഈസ് ഇറാഷണൽ എന്ന് പറയാം. ഇറാഷണൽ. ഇനി നമുക്ക് അപ്പോൾ അതിൻ്റെ പ്രൂഫായില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, പ്രൂവ് ദ ഫോളോയിങ് ആർ ഇറാഷണൽ. അത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കാനാണ്. ആദ്യം 1/√2 ആണ് ഇറാഷണൽ ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അസ്യൂം ദാറ്റ് 1/√2 ഈസ് റാഷണൽ. അസ്യൂം ദാറ്റ് 1/√2 ഈസ് റാഷണൽ. റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും. റാഷണൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയും ബിയും കണ്ടെത്താൻ സാധിക്കും. സച്ച് ദാറ്റ് 1/√2 = a/b ആൻഡ് b ≠ 0. അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ 1/√2 a/b ആണെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അതായത് √2 / 1 = b / a. ദാറ്റ് ഈസ് √2 = b/a കിട്ടി. ഇപ്പോൾ ഇവിടെ എയും ബിയും ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? √2 = b/a എന്ന് പറയുമ്പോൾ അത് ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനാണെന്ന് പറയാം. പിന്നെ അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് നമ്മൾ √2 എഴുതി. ബിയും എയും ഇൻറ്റിജേഴ്സാണ്. അതുകൊണ്ട് √2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് എഴുതാൻ സാധിച്ചു. പിന്നെ അതുകൊണ്ട് പിന്നെ എ 0 ആവാൻ ചാൻസ് ഇല്ല. കാരണം എ 0 ആണെങ്കിൽ 0 / എന്ത് ചെയ്ത് കഴിഞ്ഞാലും 1/√2 0 ആവണം. 1/√2 ഒരിക്കലും 0 അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എ 0 അല്ല എന്ന് പറയാൻ പറ്റും. എ 0 അല്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ b/a എന്നുള്ള 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് √2 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് കിട്ടി. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി ടു ദ ഫാക്ട് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പോൾ നമ്മുടെ അസംഷൻ കോൺട്രഡിക്ഷൻ കിട്ടിയത് നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? 1/√2 ഈസ് റാഷണൽ. അത് റോങ് ആണ്. അതായത് 1/√2 ഇറാഷണൽ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫായില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 7√5 ഈസ് ഇറാഷണൽ എന്ന് തെളിയിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? അസ്യൂം ചെയ്യും. കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് 7√5 ഈസ് റാഷണൽ. ഇതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യും. 7√5 റാഷണൽ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എ ബി എന്ന ഇൻറ്റിജേഴ്സ് എടുക്കാൻ പറ്റും. സച്ച് ദാറ്റ് 7√5 = a / b ആൻഡ് b ≠ 0. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ 7നെ നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √5 = a / ഇവിടെ ഡിനോമിനേറ്ററിൽ വരും അല്ലേ, ഇവിടെ ന്യൂമറേറ്ററിൽ കിടക്കുന്ന 7. അപ്പോൾ 7b എന്ന് കിട്ടി അല്ലേ. അപ്പോൾ a / 7b. √5 = a / 7b എന്ന് കിട്ടി. ഈ a ഇൻറ്റിജറാണ്, b ഇൻറ്റിജറാണ്, b ≠ 0 അപ്പോൾ ഇത് 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് √5 എഴുതാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? √5 ഈസ് റാഷണൽ. √5 റാഷണൽ ആണെന്ന് പറയാം. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദി ഫാക്ട് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നത് നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ അസംഷൻ റോങ് ആണ്. അതായത് 7√5 ഈസ്
ഇറാഷണൽ. അപ്പോൾ അതിൻ്റെ പ്രൂഫായില്ലേ. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ 6+√2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് 6+√2 ഈസ് റാഷണൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6+√2 റാഷണൽ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എയും ബിയും എഴുതാൻ സാധിക്കും. സച്ച് ദാറ്റ് 6+√2 ഈക്വൽ ടു a/b. 6+√2 ഈക്വൽ ടു a/b, b നോട്ട് ഈക്വൽ ടു 0. ഇതിനെ ഈ 6നെ നമ്മൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് കിട്ടും? √2 ഈക്വൽസ് a/b മൈനസ് 6/1 ഇട്ട് കഴിഞ്ഞാൽ a × 1 a മൈനസ് 6 × b ഡിവൈഡഡ് ബൈ b × 1. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √2 ഈക്വൽ ടു a മൈനസ് 6b ഡിവൈഡഡ് ബൈ b എന്ന് കിട്ടി. ഇതിൽ അതായത് ഈ a ഇൻറ്റിജറാണ്, 6b ഇൻറ്റിജറാണ്, b ഇൻറ്റിജറാണ്. അപ്പോൾ 6b ഇൻറ്റിജറാണ്, a മൈനസ് 6bയും ഇൻറ്റിജറാണ്, bയും ഇൻറ്റിജറാണ്, b നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഈ √2നെ നമ്മൾ 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? √2 ഈസ് റാഷണൽ. √2 റാഷണൽ ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ? 2 ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട്. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു ദി ഫാക്ട് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പോൾ നമുക്ക് √2 അവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയതിൻ്റെ കാരണം ഇവിടെ ഈ നമ്മുടെ അസംഷൻ റോങ് ആയതുകൊണ്ടാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടിയത്. അസംഷൻ എന്തായിരുന്നു? 6+√2 ഈസ് റാഷണൽ എന്നായിരുന്നു നമ്മുടെ അസംഷൻ. അത് റോങ് ആണെന്ന് പറഞ്ഞാൽ നമുക്കെന്ത് പറയാം? 6+√2 ഈസ് ഇറാഷണൽ. 6+√2 ഈസ് ഇറാഷണൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രൂഫായില്ലേ? അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.